ലോഡിന് ഇത്രയും ടൈറ്റുള്ള സമയത്തും ആ സത്യമൂർത്തി നമ്മളെ ചവിട്ടി അവന്മാർക്ക് ലോഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ മക്കളെ. നമുക്ക് ആ ലോഡ് ഒറ്റ കൊടുത്താലോ? അത് ശരിയാ. പുതിയ എസ് ഐ അല്പം തണ്ടനാണെന്നാ കേട്ടത്. പിടിച്ചോളും. ഇനി ഇതിന്റെ പേരിൽ അവന്മാര് നമുക്കിട്ട് തിരിച്ചു പണിയല്ലേ. നമ്മൾ ആ ലോഡ് ഒറ്റ കൊടുത്തുന്ന ആരറിയാൻ പോണപ്പാ. എങ്കിൽ ആ ഫോൺ എടുത്ത് കറക്കടാവേ. ഹലോ, ഞാനൊരു ഇൻഫോമറാ. ഇന്ന് വാളയാർ പരമശിവത്തിന്റെ ഒരു ലോറി പാലക്കാടിലേക്ക് പോകുന്നുണ്ട്. ഓ അതിനെന്താ, പോയിക്കോട്ടെ പോയിക്കോട്ടെ. ഹലോ, ഞാൻ പറയണൊന്ന് കേക്ക്. അതിൽ സ്പിരിറ്റാ. ആണോ? ഒന്ന് ഹോൾഡ് ചെയ്യണേ, ഞാൻ എസ് ഐ സാറിന് കൊടുക്കാം. ബാലു. എന്താ ഏട്ടാ? നിനക്കാ ഫോൺ. ഏതൊരു പരമശിവം സ്പിരിറ്റ് നടത്തണമെന്ന്. പരമശിവോ? ഹലോ. അതെ, ഒരു ലോഡ് സ്പിരിറ്റാ. നിങ്ങളാരാ? ഹലോ ഹലോ ഹലോ. എന്താടാ? ഇവിടുത്തെ ഒരു മെയിൻ സ്പിരിറ്റ് കടത്തുകാരനാ ഈ വാളയാർ പരമശിവം എന്ന് പറഞ്ഞ കള്ളപ്പന്നി. അവന്റെ ശത്രുക്കളാരോ ഒറ്റന്നാ. ഈ പരമശിവത്തെ ഞാൻ നോട്ട് വിട്ടിട്ട് നാള് കുറെ ആയി. ഭാഗ്യമുണ്ടെങ്കിൽ ഇന്ന് അവൻ കൊടുങ്ങും. നിനക്ക് പേര് കിട്ടണ ഒരു ചാൻസ് നീ കളയരുത്. അല്ല, നീ എങ്ങനെ ഈ പരമശിവത്തിന് പിടിക്കാൻ പോണേ? ഞാൻ പറ, എനിക്ക് പോണം. അല്ല, അമ്മ അമേരിക്ക മേടിക്കാൻ പറഞ്ഞ കേട്ടാ, ഈ കള്ളക്കടത്തുകാരുടെ കച്ചിത്തുരുമ്പെന്ന് പറയുന്നത് നമ്മുടെ പോലീസുകാർ തന്നെയാ. തുച്ഛ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന അവര് നക്കാപ്പിച്ച വെടിച്ച് സേഫായ വഴികൾ അവർക്ക് പറഞ്ഞു കൊടുക്കും. അതുകൊണ്ട് ഞാൻ ഇന്ന് എന്റെ പോലീസുകാരുടെ മുന്നിൽ ഒരു നാടകം കളിക്കാൻ പോകും. നാടകോ? ടിക്കറ്റ് വെച്ചാണോ? ഫ്രീ അല്ലേ? ഇന്ന് ഹൈവേയിൽ ചെക്കിംഗ് എന്ന് പറഞ്ഞ് പോലീസുകാരെ ഞാൻ റെഡിയാക്കി നിർത്തും. എന്നിട്ട് ഞാൻ ആ നേരത്ത് പാരലൽ റോഡ് ചെല്ലും. പോലീസിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് ആ ലോറി പാരലൽ റോഡ് വഴിയേ വരൂ. ഞാൻ അവനെ പൊക്കുകയും ചെയ്യും. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? സൂപ്പർ ഐഡിയ അല്ലേ? എനിക്ക് നിന്നെ കുറിച്ച് അഭിമാനം തോന്നാണ്. നീയാ പറട്ടെ ഏട്ടാ. കർത്താവേ, കള്ളന്റെ കയ്യിൽ തന്നെയുള്ള താക്കോല് കൊടുത്തത്. ഞാൻ ശരിക്കും ദുബായി തന്നെയായിരുന്നു. ഞാനും. പിന്നെ വാസു, പോലീസിനുള്ള ഇൻഫർമേഷൻ അനുസരിച്ച് ചെക്കിംഗ് ഉണ്ടാവും. പക്ഷെ അവര് ഹൈവേയിലായിരിക്കും നിൽക്കുക. അതുകൊണ്ട് നിങ്ങൾ ആ പാരൽ റോഡ് വഴി പോയാൽ മതി. അത് വേണ്ട, നമ്മൾ ഹൈവേയിലൂടെ തന്നെ പോയാൽ മതി. ഞാൻ പറയുന്നത് പോലീസിനുള്ള ഇൻഫർമേഷൻ അനുസരിച്ചാ. ഞാൻ പറയുന്നത് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ചാ. ഞാൻ പറയുമ്പോൾ അങ്ങ് ചെയ്താൽ മതി. അത് ശരിയാവില്ല ജോണി. താൻ എന്നെ പഠിപ്പിക്കണ്ട. അപ്പൊ ഇപ്പൊ ഒരു തീരുമാനം എടുക്കണം. ഞാൻ പറയുമ്പോൾ വണ്ടി പോകണോ അതേ പറയുന്ന പോലെ കേൾക്കണം. നീ ശിവൻ പറയുന്നത് കേട്ടാ മതി. അപ്പാ, എടാ നിനക്ക് എക്സ്പീരിയൻസ് ഇല്ല. അപ്പൊ ഇത്രയും മണ്ടനാവരുത്. ഇത് ഏട്ടനും കൂടെയുള്ള അഡ്ജസ്റ്റ്മെന്റ്. ലോഡൊന്ന് പിടിച്ച എസ് ഐക്കല്ലേ ക്രെഡിറ്റ് കിട്ടണേ. ഇവനെന്ന് നഷ്ടപ്പെടാൻ. ലോറി ലോഡ് നമ്മളല്ലേ. ബലിയാടാവൻ പാവൻ ഡ്രൈവർ. ഇനിയൊക്കെ അപ്പന്റെ ഇഷ്ടം പോലെ ചെയ്തോ. അവൻ പറയുന്നൊന്നും നീ കാര്യമാക്കണ്ട ശിവ. ഇല്ല ബായ്, ഇവനും എന്റെ ബായ് അല്ലേ ബായ്. എടാ, പരമശിവത്തിനെ കിട്ടിയോ? ഇല്ല. എന്റെ പ്ലാൻ എവിടെ ചോർന്നു ഏട്ടാ. നീ വിഷമിക്കാതിരിക്കേ, നമുക്ക് അടുത്ത തവണ പിടിക്കാം. നീ വല്ലതും കഴിച്ചോ? എനിക്കൊന്നും വേണ്ട. എന്നാ പോയി കിടന്നു. നീ ഇപ്പൊ എന്താ പറഞ്ഞേ? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. എനിക്കൊന്നും അറിഞ്ഞൂടാന്ന് പറഞ്ഞതോ? അയ്യോ, സാറിനൊന്നും അറിയില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. സാറിന് എല്ലാം അറിയാം. എനിക്കല്ല, നിനക്ക്. എനിക്കൊന്നും അറിയില്ലല്ലോ. എനിക്ക് എന്തെങ്കിലുമൊക്കെ അറിയാമായിരുന്നെങ്കിൽ ഞാൻ പണ്ടേ മന്ത്രിയോ കളക്ടറോ ആരെങ്കിലും ഒക്കെ ആയേനെ. പരമശിവത്തിനെ പിടിക്കാൻ ഞാൻ പറഞ്ഞ പ്ലാൻ എങ്ങനെ ചോർന്നേ? കർത്താവ് ചോർന്നോ? സത്യം പറയടാ, പരമശിവത്തിനെ നിനക്ക് അറിയില്ലേ? എനിക്കറിയില്ല. നിനക്ക് പരമശിവത്തിനെ അറിയില്ല? നിങ്ങൾ തമ്മിൽ എന്താണ് ബന്ധം? വലിയ ബന്ധമൊന്നുമില്ല. ഇടക്ക് അവിടെ ഇവിടെ വെച്ച് കാണാറുണ്ട്. ആരാടേ പരമശിവം? പറയടാ. നീല നിറത്തില് കഴുത്തേല് മൂർക്കം പാമ്പിനൊക്കെ ചുറ്റി മുടി നീട്ടി വളർത്തി തലേന്ന് ഗംഗേനെ ചാടിച്ചിട്ട് ഈ കാലണ്ടറിലും സിനിമയിലും ഒക്കെ കണ്ടിട്ടുണ്ട്. നമ്മുടെ പാർവതിയുടെ ഹസ്ബൻഡ്, ഗണപതിയുടെ അപ്പൻ പരമശിവൻ. അതല്ലാതെ കൂടുതലൊന്നും എനിക്കറിയില്ല സാർ. എന്റെ പ്ലാൻ ചോർത്തി ഇവനാണെന്ന് എനിക്ക് സംശയമുണ്ട്. ഇവനോ? എടാ, പട്ടിണിയും പരിവട്ടായിട്ട് ജോലി തണ്ടി ദുബായി ചെന്ന് എനിക്ക് താമസിക്കാൻ ഒരു മുറിയും ആഹാരം ഒന്ന് രക്ഷിച്ചത് ഇവനാ. ഒരു സഹോദര ബന്ധം ഞങ്ങൾ തമ്മിലുള്ളത്. ഇവനെ നീ പറയുമ്പോ ഞാനും ഉണ്ടായിരുന്നല്ലോ. നിനക്ക് എന്താ എന്നെ സംശയിച്ചാല്? കൂടെ ഉള്ളവരെ പോലീസിന്റെ ബുദ്ധിയിൽ സംശയിച്ച് ഒരു ദിവസം നീ പറയൂലോ, ഈ ഞാനാണ് പരമശിവന്ന്. അതാണ് ഞാനാണ് പരമശിവം. നീ അറസ്റ്റ് ചെയ്യടാ. സോറി ഏട്ടാ. അല്ല പിന്നെ
കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവന്റെ മെക്കിട്ട് കയറാ. എന്താ അത്? നീ പരമശിവൻ എന്ന് പറഞ്ഞിട്ട് അവരെന്താണ് വിശ്വസിക്കാഞ്ഞത്? ചില നേരത്തെ സത്യങ്ങൾ നുണയായിട്ടേ മറ്റുള്ളവർക്ക് തോന്നും, ചില നേരത്തെ നുണകൾ സത്യമായിട്ടും. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ ഈ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കരുത്, നടക്കരുത്, കിടക്കരുതെന്ന്. ഞാൻ ബാലരമല മായാവി വായിച്ച് ഉറങ്ങിപ്പോയതാ. ഇന്നത്തോടെ ഇവിടുത്തെ പൊറുതി മതിയാക്കിക്കോ. നാളെ മുതൽ നീ ബായുടെ ഗസ്റ്റ് ഹൗസിൽ താമസിച്ചാൽ മതി. അല്ല ഇവനെന്താ ഈ என்ன சார் நான் தப்பு ஒன்றும் பண்ணலையே. പാണ്ഡ്യൻ, അത് തന്നെയല്ലടാ നിന്റെ പേര്? ஆமா சார். അന്ന് നീ എന്റെ വീട്ടിൽ കുറച്ച് പണമായിട്ട് വന്നിരുന്നില്ലേ? ஆமா சார். അത് കുഴൽപ്പണമായിരുന്നടാ. தெரியாது சார். சென்ற ஜெயிலில் இருந்து பரமசூத்துக்காகத்தான் நாங்க வந்தது. പരമശിവത്തുക്കായോ? ஆமா சார். പരമശിവൻ ഏട്ടൻ തമ്മിൽ എന്താണ് ബന്ധം? தெரியாது சார். அதுக்கு மேல எனக்கு ஒன்றும் தெரியாது. ഏത് ജയിലാടാ പരമശിവൻ കിടന്നത്? திருவனந்தபுரம் சென்ட்ரல் ஜெயில். ബാലു, ദാ വാളയാർ പരമശിവത്തിന്റെ ഹിസ്റ്ററി ബുക്ക്. എടാ ഈ ഷേഖുമാരെന്നൊക്കെ പറഞ്ഞ രാജാക്കന്മാരെ പോലെയല്ലേ? പലതരത്തിലുള്ള ഷെയ്ക്കുമാരുണ്ട്. ദുബായ് ഷേക്ക്, ഷാർജ ഷേക്ക്. ഈ ഷാർജ ഷേക്ക് ഷാർജയിൽ മാത്രമേ കാണുള്ളൂ. പിന്നെ മിൽക്ക് ഷേക്ക്. മിൽക്ക് ഷേക്ക്? ആ, ഒട്ടകത്തിന്റെ പാല് മാത്രം വിറ്റ് ജീവിക്കുന്ന ഷേക്കുകളാണ് മിൽക്ക് ഷേക്കുകൾ. ശരിക്കും അങ്ങനെയുണ്ട്, സത്യം. അവരോടൊക്കെ സംസാരിച്ചിട്ടുണ്ടോ? എനിക്ക് ഇതിനല്ലേ പണി. അറബി സംസാരിക്കും. പിന്നെ അറബി സംസാരിക്കാതിരിക്കോ? എല്ലാവരും ഊമയെ കഴിഞ്ഞ ഒരു രാജ്യത്ത്. അല്ല ഏട്ടാ, ഏട്ടൻ അറബി സംസാരിക്കോന്ന്. ഞാൻ ചെന്ന സമയത്ത് കുറച്ച് കഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഞാനൊരു സൂത്രം മനസ്സിലാക്കി. ഞാൻ എന്താ ചെയ്തെന്നറിയോ? നല്ല ചൂടുള്ള പുഴുങ്ങിയ മുട്ട ഉരുളക്കിഴങ്ങൊക്കെ എടുത്ത് വായിലിട്ടിട്ട് മലയാളത്തിൽ സംസാരിക്കും. സംഭവം അറബിക്ക് മനസ്സിലാവുകയും ചെയ്യും, എന്റെ കാര്യം നടക്കുകയും ചെയ്യും. ഞാൻ എന്നെ കൊണ്ട് തോറ്റു, എനിക്ക് വയ്യാട്ടോ. നീ കേട്ടോടാ ഇവന്റെ ഓരോ ദുബായ് തമാശ. ഇനിയുണ്ട് കൊറേ. അമ്മ വേഗം ഭക്ഷണം എടുത്ത് വെക്ക്. ഇന്ന് വയറ് നിറച്ച് കഴിച്ചിട്ട് സുഖമായിട്ടൊന്ന് ഉറങ്ങണം. കുറെ നാളായിട്ട് ഊണ് ഉറക്കവും ഇല്ലാതെ ആ പരമശിവത്തെ പിടിക്കാൻ നടക്കുകയില്ലായിരുന്നു. എന്നിട്ടാണ് കിട്ടിയോട്ടാ? ഫുൾ ഡീറ്റെയിൽസ് കിട്ടി. വാളയാർ പരമശിവം, ഫാദർ നിൽ, മദർ നിൽ, നേറ്റീവ് പ്ലേസ് പാലക്കാട് ബോർഡർ. നിനക്കിതൊക്കെ എവിടുന്ന് കിട്ടി? തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ നിന്ന് 4 വർഷം കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ട കൊലയാളിയാ. ജയിൽ റെക്കോർഡ്സിൽ ഫോട്ടോ സഹിതമുണ്ട്. നീ പോയി കുളിച്ചിട്ട് വാ, ഞാൻ ആഹാരം എടുത്തു വെക്കാം. വാളയാർ പരമശിവത്തെ കുറിച്ച് ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഏട്ടൻ അറിയണോ? വേണ്ട, ഇനി നീ ഒന്നും പറയണ്ട. ഇവിടെ വെച്ചൊരു സീൻ ഉണ്ടാക്കരുത്. അമ്മ ഒന്നും അറിയരുത്. എന്തിനായിരുന്നു ഇതൊക്കെ? ഞങ്ങളുടെയൊക്കെ മുമ്പിലും സാഹചര്യങ്ങൾ അങ്ങനെ. ഇതൊക്കെ എല്ലാ ക്രിമിനൽസിന്റെ ന്യായീകരണങ്ങളാ. ബാലു, ഈ യൂണിഫോമിന്റെ മുന്നിൽ ഏട്ടനിയൻ ബന്ധമില്ല. സറണ്ടർ ആകണം. എന്തിന്? സ്പിരിറ്റ് എടുത്തേനോ? എന്താ തെളിവ്? അതല്ല, ചിന്നാടൻ ബാബുവിനെ കുത്തിക്കൊല്ലാൻ ശ്രമിച്ച കേസിന്. ഓ, വാറണ്ടുണ്ട്. ഞാൻ നാളെ രാവിലെ സ്റ്റേഷനിൽ വരാം. എന്നെ വിശ്വസിക്കേ. നാളെ രാവിലെ കൃത്യം 10 മണിക്ക് ഞാൻ സ്റ്റേഷനിലെത്താം. പ്ലീസ്. പരമശിവൻ സ്വന്തം ഏട്ടനാണെന്ന് അറിഞ്ഞൂടെ പിടിക്കാനുള്ള ആവേശമൊക്കെ പോയല്ലേ? ആ കള്ള റാസ്കലിന്റെ വാക്ക് കേട്ട് കൈയോടെ അറസ്റ്റ് ചെയ്യാണ്ട് വന്നിരിക്കുന്നു. അവൻ പറഞ്ഞ സമയമൊക്കെ കഴിഞ്ഞു. എടോ, താൻ ഇത്രയ്ക്ക് മണ്ടനായി പോയല്ലോ. ഇത്രയും വലിയൊരു ക്രിമിനൽ പോലീസിന് മുമ്പിൽ തലവെച്ച് കൊടുക്കും തോന്നുന്നുണ്ടോ എനിക്ക്? യൂസ്ലെസ്. തൊപ്പി ഒരു കളഞ്ഞിട്ട് ഇറങ്ങി പോടോ. മേ ഐ കം ഇൻ സർ? ഷാർപ്പ് 10 o'clock. സർക്കാർ ക്ലോക്ക് 10 മിനിറ്റ് ഫാസ്റ്റ് ആണല്ലോ. SP സാറിന് ഞാൻ ഇവിടെ പ്രതീക്ഷയില്ല കേട്ടോ. വലിയ ക്രിമിനൽസിനെയൊക്കെ കൈകാര്യം ചെയ്യുമ്പോ മിനിമം SP റാങ്കിലുള്ളവരെങ്കിലും വരേണ്ടി വരുമല്ലോ. എന്റെ ഒരു ചെറിയ കുത്തേസല്ലേ സാറേ, ജാമ്യം കിട്ടും. സ്വയരക്ഷയ്ക്ക് വേണ്ടി തടഞ്ഞപ്പോഴുണ്ടായ ഒരു കയ്യബദ്ധം, അതാണ് ലോ പോയിന്റ്. അഡ്വക്കേറ്റ് ഇപ്പോൾ വരും. അതുവരെ ഞാൻ അകത്ത് കിടക്കണോ സാറേ, അതോ പുറത്തിരിക്കണോ? അപ്പൊ കുറച്ചു നേരം എനിക്ക് നിന്നെ കൈകാര്യം ചെയ്യാൻ കിട്ടുമല്ലേ?
5 മിനിറ്റ് മതിടാ എനിക്ക് നിന്നെ കൊണ്ട് ചോര തുപ്പിക്കാൻ. SP, ഇനി അവനെ തൊട്ടുപോകരുത്. പരമശിവത്തിന് കോടതി ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. ഇതാ ജാമ്യം അനുവദിച്ചിട്ടുള്ള പേപ്പർ. ഇനി അവനെ വിട്ടാരോ? നിനക്കെന്നെ തല്ലണമെങ്കിൽ അത് വീട്ടിൽ വെച്ചാ കാര്യന്നില്ലേ? നീ തല്ലേ എനിക്ക് വേനിക്കില്ലടാ. ഇതിപ്പോ SP സാറിനെ കൊണ്ട് കൊള്ളാം. SI SP കൊണ്ട് തല്ലിക്ക. ഇവൻ മിടുക്കനാണ് ബായ്, മിടുക്കൻ. ഇവന്റെ അനിയനാണെന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് നീ ഇപ്പൊ ഇങ്ങനെ നീണ്ടു തുറന്നു നിൽക്കുന്നത്. അല്ലേ പണ്ടേ നീയൊക്കെ നടറോട്ടി കിടന്ന് ഇടഞ്ഞേനെ. ബായ് ബായ് വാ. സാറേ, സാറിന്റെ ആ കയ്യിലെ മോതിരത്തിന്റെ പവറ് എന്റെ മനസ്സിലുണ്ട് കേട്ടാ. വരട്ടെ സാറേ. ഏട്ടനുണ്ടോ? ഏട്ടനല്ല, പരമശിവൻ. വാളയാർ പരമശിവൻ. എന്താ, എനിക്കിതിരെ പുതിയ വല്ല വാറണ്ടും ഉണ്ടോ? ഏട്ടനോട് SP പെട്ടെന്ന് അങ്ങനെ പെരുമാറുന്ന ഞാൻ വിചാരിച്ചില്ല. അത് പോട്ടെ. സാറിപ്പോ ഒന്ന് കാര്യം പറ. എനിക്ക് ഏട്ടനോട് തനിച്ചൊന്ന് സംസാരിക്കണം. അച്ഛാ. എല്ലാരും പോയട്ടെ, പോയി ജോലി ചെയ്യേ. പറയേ. ഏട്ടന്റെ പേരിലുള്ള ആ കേസിന് ഇനി കോടതി വിധിയെ മാത്രം പേടിച്ചാൽ മതി. അതെനിക്കറിയാം. ഇനി ഈ തൊഴിൽ വേണ്ട. അങ്ങനെ പെട്ടെന്ന് അവസാനിപ്പിക്കാൻ പറ്റുന്നല്ലേ ഈ പണി? ഒരുപാട് കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. ആരോട്? അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. ഞാൻ വഴിയെല്ലാം നിർത്തിക്കോളാം. പറ്റില്ല. എനിക്കിത്തിരി പ്രശ്നങ്ങളോട് ബാക്കിയുണ്ട്. എന്ത് പ്രശ്നം? എന്ത് പ്രശ്നം എനിക്കില്ലാത്ത? എന്നും എനിക്ക് പ്രശ്നങ്ങൾ തന്നെയല്ലേ. വളർന്നപ്പോ മുതൽ കുടുംബത്തിന്റെ ചുമതല, തീരാത്ത കടങ്ങളുടെ ബാധ്യത, നിന്റെ പഠിപ്പ്, അനീതിയുടെ പഠിപ്പ്, ഇനി അവളുടെ കല്യാണം. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാം. ആ കറിയാച്ചന്റെ കടവുകളും തീർത്താ നിർത്തിക്കോളാം ഞാനെല്ലാം. അതൊന്നും എനിക്ക് കേൾക്കണ്ട. പിന്നെ എന്താ നിനക്ക് കേൾക്കേണ്ടത്? നീ തീർക്കുവാ കടം. അയാൾക്ക് അരമാസത്തെ പലിശ കൊടുക്കാൻ തികയില്ലോ നിനക്ക് കിട്ടുന്ന ശമ്പളം. വേണ്ട, പറഞ്ഞ ചിലപ്പോ കൂടി പോവും. ഇനി ഞാനായിട്ട് നിനക്കൊരു പ്രശ്നം ഉണ്ടാക്കില്ല. പോരാ. എനിക്ക് നാണക്കേടാ. ഡിപ്പാർട്ട്മെന്റ് മുന്നിലും പബ്ലിക്കിന്റെ മുന്നിലും എന്റെ ഏട്ടൻ ഒരു കള്ളനാണെന്ന് പറയുന്നത് എനിക്ക് കുറച്ചില്ല. കുറച്ചില്ലോ? എടാ, നീ ഇട്ടിരിക്കുന്ന യൂണിഫോമിന് വരെ ഞാൻ കടത്തിയ സ്പിരിറ്റിന്റെ മണമുണ്ട്. അത് മറക്കല്ലേ. നീ പോ. പിന്നെ അനിയൻ SI ആണെന്ന സ്വാധീനം വെച്ച് സ്പിരിറ്റ് കടത്താനാണ് പരിപാടിയെങ്കിൽ അത് നടക്കില്ല. ഇനി ഒറ്റ ലോഡ് സ്പിരിറ്റ് പോലും പരമശിവം കടത്തില്ല. അതിന് ഞാൻ സമ്മതിക്കില്ല. എടാ, പരമശിവം സ്പിരിറ്റ് എടുത്താൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. ഇതുപോലെ പല വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ട്. ഇനി നിന്നോടാണെങ്കിലും അങ്ങനെ തന്നെ. നീ വേണമെങ്കിൽ സമയം കുറിച്ചിട്ടോ. നാളെ രാത്രി കൃത്യം 9-നും 10-നും ഇടയ്ക്ക് വാളയാർ ചെക്ക് പോസ്റ്റിലൂടെ എന്റെ ലോഡുകൾ കടന്നു പോകും. നിനക്ക് തടയാമെങ്കിൽ നീ തടഞ്ഞോ. എടുത്ത് മാറ്റണോ? ഇത്രയും വണ്ടികൾ കിടക്കുന്ന കണ്ടുകൂടെ എനിക്ക്? 9-നും 10-നും ഇടയ്ക്ക് ഒറ്റ വണ്ടി വഴി കടന്നു പോരുത്. രണ്ട് സൈഡും ബ്ലോക്കാ. 1 മണിക്കൂറൊക്കെ ചെക്ക് പോസ്റ്റ് അടച്ചിടുക എന്ന് പറഞ്ഞാൽ അത് വേണോ? താനിപ്പോ ഞാൻ പറയുന്ന പോലെ കൊണ്ട് കേട്ടാ മതി. എടുത്ത് മാറ്റണോ വണ്ടി? ചേട്ടനും അനിയനും തമ്മിലുള്ള വാശിക്കായി പ്രഹസനം. കഷ്ടമാണ് സാർ. SP യുടെ ഓർഡർ അനുസരിക്കാതെ പറ്റൂ. സാർ ഒരു കോളുണ്ട്. ആരാടോ? SP ആണ് സാർ. സർ, പാലക്കാട് ചിറ്റൂർ വൻ തീപിടുത്തം. നമ്മുടെ ഫയർഫോഴ്സ് സഫീഷ്യന്റ് അല്ല. കോയമ്പത്തൂർ ഇൻഫോം ചെയ്തിട്ടുണ്ട്. ഏത് നിമിഷം അവിടുന്ന് ഫയർ എഞ്ചിൻ വരും. സോ ഓപ്പൺ ദ ചെക്ക് പോസ്റ്റ് ആൻഡ് ക്ലിയർ ദ റൂട്ട്. കോയമ്പത്തൂർ ഫയർഫോഴ്സ് വരുന്നുണ്ട്. എല്ലാ ചെക്ക് പോസ്റ്റുകളും ഓപ്പൺ ചെയ്യണം. അറിയാം സർ. മാറ്റിക്കോ.